ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തല്ലിത്തകർത്തവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. ഏത് ജ്യോത്സ്യരുടെ ഏത് ഉപദേശമനുസരിച്ചാണ് CPM അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതെങ്കിലും വിപരീത ഫലം മാത്രമേ ഉണ്ടാകൂ എന്നും ചിദാനന്ദപുരി സ്വാമികൾ. ഹിന്ദു സമൂഹത്തോടുള്ള വിവേചനം നേരിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളായ ചെറുപ്പക്കാർ അധികം വൈകാതെ പാർട്ടിയെ കൈവിടുമെന്നും സ്വാമി ജനം TVയോട് പറഞ്ഞു. അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഈ ഭക്തരുടെ വിശ്വാസങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇന്നേക്കൊരു 7 വർഷം മുൻപ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തി ആചാര ലംഘനം CPMന്റെയും അതുപോലെ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടന്നത്. ആ മുറിവ് ഇപ്പോഴും ഭക്തരുടെ ഉള്ളിലുണ്ട്. ആ മുറിവ് ഉണക്കാനുള്ള കപട സ്നേഹമല്ല ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവ ചേതനയെ അങ്ങേയറ്റം ദുഃഖിപ്പിച്ചുകൊണ്ട് പരിശ്രമിച്ച അതേ കൂട്ടരാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശശുദ്ധി ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. തീർത്തും നാമജപത്തോടു കൂടി ശാന്തിപൂർണമായി തങ്ങളുടെ പ്രതിഷേധമറിയിച്ച ഭക്തജനങ്ങളുടെ പേരിലുള്ള ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനുശേഷം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മുഴുവൻ ഹൈന്ദവ ചേതനയെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങളും പ്രവർത്തനങ്ങളുമാണ്. സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ നിന്ദിച്ചുകൊണ്ട് അനേക പ്രസ്താവനകൾ ഇതിനകം ഈ കഴിഞ്ഞ 2018 ശേഷം ഇങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞു. ഇതൊക്കെ അടങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ അവർ ഭക്തസംഗമം നടത്തുമ്പോൾ അത് ഭക്തസംഗമമാണോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ശബരിമല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അവിടെ യുവതീ പ്രവേശമാകാം എന്നുള്ളതാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ആർത്തവകാലീനകളായ സ്ത്രീകൾക്കാണ് അവിടെ തടസ്സമുള്ളത്. അത് അവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമാണ്, അതവിടെ പാലിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിന് അനുകൂലമായ നിലപാട് പോലും എടുക്കാത്ത സർക്കാരാണ് ഇപ്പോൾ സമ്മേളനമൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭക്തന്മാരുടെ വികാരങ്ങളെ മാനിക്കുകയോ ഭക്തിയുടെ അന്തരീക്ഷം ശബരിമലയിൽ വളർത്തുകയോ അല്ല ലക്ഷ്യം എന്നുള്ളത് സ്പഷ്ടമാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കൊടുത്ത സത്യവാങ്മൂലം അവർ മാറ്റേണ്ടതാണ്. മുൻപുണ്ടായിരുന്ന വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായി കേരള സർക്കാർ തന്നെ കൊടുത്തിരുന്ന രീതിയിലേക്ക് അത് മാറ്റിക്കൊടുക്കേണ്ടതാണ്. ക്രിസ്തീയ സഭയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിഭാഗം പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വിഭാഗം പലതരം അക്രമങ്ങൾ ഉണ്ടാക്കുകയും മറ്റും ചെയ്ത സ്ഥിതിവിശേഷത്തിൽ ഒട്ടനവധി കേസുകൾ സർക്കാർ എടുക്കുകയുണ്ടായിട്ടുണ്ട്. ആ കേസുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തോട് ഒരു മതവിഭാഗത്തോട് ഒരു സമീപനം, മറ്റൊരു മതവിഭാഗത്തോട് മറ്റൊരു സമീപനം, ഇതാണ് ഇവിടെയുള്ളത്. ഇത് മാറിയേ മതിയാവും. അല്ലാത്ത കാലത്തോളം ഇവരെന്ത് സംഗമം നടത്തിയാലും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം അശുദ്ധമാണെന്ന് മനസ്സിലാക്കാം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈ ഭക്തരുടെ മുറിപ്പാടുകൾ ഉണക്കാനോ അല്ലെങ്കിൽ ഭക്തരെ അവരിലേക്ക് അടുപ്പിക്കാനോ കഴിയുമോ CPMനെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച്? തീർത്തും ഭക്തന്മാരെ ക്ഷണിക്കുകയും ഗുരുസ്വാമിമാരെയും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഭക്തജനങ്ങളുടെ വിചാരവികാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ടവരെയും ഒക്കെ അവിടത്തേക്ക് ക്ഷണിക്കുകയും തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കേസുകൾ പിൻവലിക്കുകയും ശബരിമലയുടെ പരിപാവനത സംരക്ഷിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കും എന്ന നിലയ്ക്ക് അവിടെ നൂറ്റാണ്ടുകളായുള്ള ആചാരത്തെ സംരക്ഷിക്കുന്ന വിധത്തിൽ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഉദ്ദേശ്യം സാധിക്കും. ഇല്ലെങ്കിൽ ഏത് ജ്യോത്സ്യരുടെ ഏത് ഉപദേശം അനുസരിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിലും വിപരീത ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ.
അത് തന്നെയാണ്. അതായത് സർക്കാർ നല്ല ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് നല്ല ഫലമുണ്ടാകും. മറിച്ച് വിപരീത ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ അതിന് വിപരീത ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറയുന്നത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.